ഇവിടെ ബാംഗ്ലൂര് ഊബറിന്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ചെയ്തപ്പോൾ കൂടുതൽ പേരും ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡോനെ കുറിച്ചാണ്. അത് റാപ്പിഡോ അല്ലെങ്കിൽ ഊബറിന്റെ ബൈക്ക് ടാക്സിനെ കുറിച്ചാണ്. അതായത് ബൈക്കിൽ ആളുകളെ കൊണ്ടുവിടുന്ന ജോലിയുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ രണ്ടുപേരായിട്ട് സംസാരിച്ചു. അതായത് ഒന്ന് ഇവിടുത്തെ നാട്ടുകാരൻ തന്നെ, ബാംഗ്ലൂർ തന്നെ ഉള്ള ഒരാൾ, ആളുടെ ബൈക്കിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട്. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ യാത്ര ചെയ്ത് അപ്പോൾ ആളായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച്. അത് കൂടാതെ പറഞ്ഞ മലയാളമായിട്ടുള്ള ഒരു പയ്യനും കൂടെ റാപ്പിഡ് ഓടിയിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അവനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ ഓടിയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഓടാതിരിക്കുന്നതാണ് നല്ലത്, ഓടാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. കാരണം ലോക്കൽസ് ഇപ്പോഴും പ്രശ്നമുണ്ട്. അതായത് ഓട്ടോക്കാർ സീനുണ്ട്. ഓടാൻ പറ്റും, അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക്, ഇവിടെ കുറേ കാലങ്ങളായിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഓടാം. അതായത് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുമെങ്കിൽ ഓടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് ഓട്ടോ എടുത്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതല്ലാതെ പോയി കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളെ കയറ്റി കഴിഞ്ഞാൽ ഓട്ടോക്കാർ വട്ടിട്ട് വരുന്ന പറയുന്നത്. അതായത് KL രജിസ്ട്രേഷൻ ആയാലും ഇവിടുത്തെ കർണാടക രജിസ്ട്രേഷൻ വണ്ടി ആയാലും ഏത് ബൈക്കായാലും റാപ്പിഡോ ഓടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോക്കാർ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇവിടുത്തെ ഞാൻ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അധികം മുമ്പത്തെ പോലെ കുഴപ്പമില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർ തന്നെ ട്രിപ്പ് ബുക്ക് ചെയ്യും റാപ്പിഡോയിൽ. അങ്ങനെ ബൈക്കായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവന്മാർ പിടിക്കും, താക്കോൽ പിടിച്ച് മേടിക്കും, പ്രശ്നം ഉണ്ടാകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമായാൽ പോലും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഭാഷ അറിയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും മുമ്പത്തെ അത്ര പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മലയാളി പയ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടിയിട്ടുണ്ട്, നിർത്തിയതാണ്. അവന് റാപ്പിഡോ പോലെ തന്നെ സൊമാറ്റോ ഒക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. സൊമാറ്റോയുടെ കേസ് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയാം. റാപ്പിഡോടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ഓടാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇവിടുത്തെ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി നിർത്തി കഴിഞ്ഞാൽ ഓട്ടോക്കാർ വട്ടിട്ട് വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് എത്ര വലിയ ആളായാലും അവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓട്ടോക്കാർ ഒരാളല്ല വരാ, ആ കൂട്ടായിട്ട് അങ്ങനെ വന്നിട്ട് വളയും. ചിലപ്പോൾ തല്ലും കിട്ടും, ചിലപ്പോൾ അല്ല 90% തല്ലും കിട്ടും ഓട്ടോക്കാരിൽ നിന്ന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പിഡോ ഓടാതിരിക്കുന്നതാണ് നല്ലത്. ഏണിങ്സ് ആയാലും ഏണിങ്സ് ഉണ്ട്, പക്ഷേ ഏണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റിസ്ക് ആണ്. അത് KL ആയാലും ഏത് രജിസ്ട്രേഷൻ ആയാലും. പിന്നെ അതുകൂടാതെ ഓടുന്ന സമയത്ത് ബൈക്കിൽ കയറുന്ന ആളുകൾ പല ടൈപ്പ് ആളുകളായിരിക്കും. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വെള്ളമടിച്ചിട്ടൊക്കെ കയറും. മദ്യപിച്ചിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോയാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഞാൻ ട്രിപ്പ് പോയ ഇവിടുത്തെ ആൾ പറഞ്ഞതാണ്. അവരായിട്ട് ട്രിപ്പ് പോകേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ വെള്ളമടിച്ചിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആളുകളൊക്കെ കയറുക. ഇവരെ കയറി കഴിഞ്ഞാൽ അവരെ ലൊക്കേഷനിൽ എത്തിക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും കയറാറുണ്ട്. രണ്ടായാലും തന്നെയുള്ള അവസ്ഥ. ഒരു വിധത്തിലൊക്കെ എങ്ങനെയൊക്കെയോ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ തുടങ്ങി. ഇവിടെ പഠിക്കുന്ന പിള്ളേരോ അതല്ലെങ്കിൽ ഇവിടെ കുറേ കാലങ്ങളായിട്ടുള്ളവർക്കൊക്കെ വലിയ കുഴപ്പമില്ല. കാരണം മലയാളീസ് തന്നെ മുമ്പ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് റാപ്പിഡ് ഓടുന്നുണ്ട്, വലിയ സീനില്ലാന്നുണ്ട്. അതെന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉള്ള ആളുകളാണ്. ചിലപ്പോൾ 1-2 വർഷങ്ങളായിട്ട് ഇവിടെ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്ക് സ്ഥലങ്ങൾ അറിയാം, ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ബാംഗ്ലൂരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടാണ് ഓടുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഭാഷ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്നും അറിയാതെ ആദ്യമായിട്ട് വന്നിട്ട് ഇത് ഓടാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോക്കാരുടെ പ്രശ്നം ഉണ്ടാവും, പിന്നെ പോലീസുകാരുടെ ചെക്കിങ് വേറെ. KL വണ്ടി കാണുമ്പോൾ എന്തായാലും പോലീസുകാർ ചെറുത് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഫൈൻ ഇടുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സൊമാറ്റോ ആണെങ്കിൽ സൊമാറ്റോയുടെ സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ നാട്ടിലത്തെ സൊമാറ്റോ ഞാൻ ഓടിയിട്ടുണ്ട്, ഇവിടെ ഓടിയിട്ടില്ല. അപ്പോൾ ഓടിയ പോയി പറഞ്ഞു വെച്ചാൽ അവൻ നാട്ടിൽ ഓടിയിട്ടുണ്ട്. പക്ഷേ നാട്ടിലെ പോലെ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 മണിക്കൂറാണെങ്കിൽ 12 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഓർഡർ അടിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഓർഡർ എടുത്തിട്ട് അത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് അവിടെ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത ഓർഡർ അടിക്കും. ഓർഡർ കണ്ടിന്യൂ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഓർഡർ അടിച്ചുകൊണ്ടേയിരിക്കും. അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്. ഒരു 1000-1500 രൂപ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ബൈക്കിൽ ഇപ്പോൾ KL ആയാലും ഏത് ബൈക്കായാലും ആരും വലിയ സീനൊന്നുമില്ല. സൊമാറ്റോയുടെ യൂണിഫോം സൊമാറ്റോയുടെ ബാഗായിട്ട് പോകുമ്പോൾ ലോക്കൽസ് ആയാലും ആരും തടയലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ട്രാഫിക്കിൻ്റെയും ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അത് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഒന്ന് ഓടാൻ പറ്റും. പിന്നെ ബൈക്ക് ടാക്സി എന്ന് പറയുമ്പോൾ റാപ്പിഡോ മാത്രമല്ല ഊബറിലും ബൈക്ക് ടാക്സി വരുന്നുണ്ട്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് അവസ്ഥ. അതായത് ഓട്ടോക്കാരുടെ സീനാണ് മെയിനായിട്ട്. അത് കുറച്ച് ഡേഞ്ചർ തന്നെയാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അതിനേക്കാളും കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ കേട്ടറിഞ്ഞ് വെച്ച് പറയുകയാണെങ്കിൽ റാപ്പിഡോ ഓടാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഇനി ബൈക്കിനെ പറ്റുള്ളൂ. അതായത് കാർ ഓടിക്കാൻ അറിയില്ല, കാറിനാണെങ്കിൽ ഊബർ ഓടാൻ പറ്റും. അത് പറ്റാത്തവരാണെങ്കിൽ ബൈക്കിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ സൊമാറ്റോ ആയിരിക്കും ബെറ്റർ. സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, അതല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ഈ ഗ്രോസറി ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല മീൻസ് ജോലി ഉണ്ട്, കഷ്ടപ്പണി തന്നെയാണ്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ലോക്കൽസിൻ്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഭാഗത്തുനിന്നോ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല യൂണിഫോമിൽ ഓടുമ്പോൾ. സൊമാറ്റോ ഏണിങ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 1000-1500 രൂപ 2000 രൂപ ഒക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞൂടെ ഓടുന്നവർ, സ്ഥിരമായിട്ട് ഓടുന്നവർ. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി പയ്യനായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവൻ അധികം ഓടിയില്ല, കുറച്ച് നാൾ ഓടിയുള്ളൂ. പിന്നെ കുറേ അലച്ചിലായപ്പോൾ നിർത്തിയതാണ്. അതായത് ബൈക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി അങ്ങനത്തെ ഒരു അലച്ചിലായപ്പോൾ നിർത്തിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഊബർ ഓടിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ റാപ്പിഡോ എൻ്റെ സൊമാറ്റോയുടെ കാര്യങ്ങൾ ഇത്രയാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അറിയിക്കാം. അതുകൂടാതെ ഊബറിൻ്റെ കാര്യം ഞാൻ പിന്നെ വീഡിയോ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക
ആ കമൻറ്റ് വരുവാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ എനിക്ക് ഇവിടെ ആരെങ്കിലും ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.